സുധിച്ചേട്ടന്റെ മൂത്ത മകനായിട്ടുള്ള കിച്ചു തന്റെ സ്വന്തം വീടൊന്ന് കാണാൻ പോയതും അതൊരു വ്ളോഗാക്കി തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചതും മാത്രമേ ഓർമ്മയുള്ളൂ. അതിനുശേഷം രേണു സുധിയുടെ ജീവിതം ഒരുപാട് ട്വിസ്റ്റുകൾ മാത്രമുള്ള ഒരു സിനിമ പോലെ, അതിപ്പോ ഒരു മെഗാ സീരിയൽ പോലെ ഇങ്ങനെ ഓരോരോ എപ്പിസോഡുകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് സുധിച്ചേട്ടന്റെ ട്രോഫിയും കാര്യങ്ങളൊക്കെ ചാക്കിൽ കെട്ടി കട്ടിലിന്റെ അടിയിലിട്ടതും, അതിനുശേഷം ഈ പറയുന്ന സുധിലയം എന്ന് പറയുന്ന ആ ഒരു വീട് ചോരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ആ വീടുണ്ടാക്കി കൊടുത്ത ഫിറോസ് എന്ന വ്യക്തിയെ പറ്റി മോശം പറഞ്ഞതും, പിന്നീട് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ വന്ന് ഇപ്പൊ അവസാനം എത്തി നിൽക്കുന്നത് വീട് കാണാനായിട്ട് ചെന്ന യൂട്യൂബേഴ്സിനോട് എന്താണ് സുധിച്ചേട്ടനെ പറ്റി ഒരുപാട് വാഴ്ത്തി പാടുകയും, പിന്നീട് ആ ഒരു ട്രോഫിയുടെ കാര്യം ചോദിക്കുന്ന സമയത്ത് രേണുവിന്റെ ട്രോഫി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതൊക്കെ എന്റെ ട്രോഫികളാണ്, ഇനി സുധിച്ചേട്ടന്റെ ഒരുപാട് ട്രോഫികളുണ്ട്, അത് നമുക്കിവിടെ വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാനത് മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മളോട് ആദ്യം പറഞ്ഞിരുന്നത് എന്താണ്, ഈ പറയുന്ന കിച്ചുവിന്റെ അനിയനായിട്ടുള്ള, അതായത് ഈ രേണുവിന്റെ മകനായിട്ടുള്ള റിത്തപ്പൻ അതൊക്കെ എടുത്ത് ചീത്തയാക്കുന്നത് കൊണ്ട് മാറ്റിവെച്ചതാണെന്നാണ്. പക്ഷെ ഇപ്പൊ പറയുന്നത് രേണുവിന്റെ ട്രോഫി വെച്ചു, ബാക്കിയുള്ള സുധിച്ചേട്ടന്റെ ട്രോഫികൾ വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് അത് വെച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഓരോ കാര്യങ്ങളും സാഹചര്യത്തിനൊത്ത് ഇങ്ങനെ മാറി മാറി വരികയാണ്. അപ്പോൾ ഇതിന്റെയൊക്കെ പ്രൂഫും കാര്യങ്ങളും, അതായത് ക്ലിപ്സും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. കാരണം എന്തിനാണ്, നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് റിവ്യൂവേഴ്സ് ഒരു കണ്ടന്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ രേണു സുധിയെ. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതിന്റെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ കണ്ടു കാണും. അടുത്തതായിട്ട് മറ്റൊരു വിഷയം കൂടി, നമ്മുടെ സുധിച്ചേട്ടൻ അവസാനമായിട്ട്, അതായത് ആക്സിഡന്റ് സംഭവിക്കുന്ന സമയത്ത് സുധിച്ചേട്ടൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ബാഗ്, ആ ഒരു ബാഗ് എവിടെയെന്ന് ഈ ഒരു യൂട്യൂബർ ചോദിക്കുന്ന സമയത്ത് രേണു സുധി അത് അലമാരിയിൽ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അലമാരിയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അലമാരി ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് അയ്യോ അത് ഇതിൻ്റെ ഉള്ളിൽ ഇല്ല, അലമാരി ഓപ്പൺ ആക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു വ്യക്തി ചോദിക്കുന്നുണ്ട് അലമാരി ഓപ്പൺ ആക്കി കാണിക്കുക ചോദിച്ചു. അപ്പൊ ഇല്ലടാ, അലമാരിക്കകത്തെ മൊത്തം ഫുള്ള് സാധനങ്ങളാ, ഫുള്ള് ഡ്രസ്സും കാര്യങ്ങളും, അത് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവൻ ഇങ്ങോട്ട് വീഴും, അതുകൊണ്ട് അത് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വാശി പിടിച്ച് ഏറ്റവും അവസാനം ആ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ആ ഒരു വ്യക്തി തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ആ ഒരു അലമാരി ഓപ്പൺ ആക്കിച്ചു. എന്നിട്ട് പുള്ളി അലമാരിയുടെ ഉള്ളിൽ നിന്ന് എന്തോ സാധനം എടുക്കുന്ന സമയത്ത് രേണു സുധി പെട്ടെന്ന് അലമാരിയുടെ അടിയിലേക്ക് പോയിട്ട് അലമാരിയുടെ അടിയിൽ വെച്ചിരുന്ന നമ്മുടെ സുധിച്ചേട്ടന്റെ ബാഗ് വലിച്ചൂരിയെടുത്ത് പെട്ടെന്ന് പൊങ്ങി വന്നു. അതും ആ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് ഇത്രയും സേഫ് ആയിട്ട്, അല്ലെങ്കിൽ ഇത്രയും സ്നേഹത്തോടു കൂടി നോക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു ബാഗ് വെച്ചിരുന്നത് എവിടെയാണ്, അലമാരിയുടെ അടിയിൽ മാറാമ്പലൊക്കെ പിടിച്ച് അതിന്റെ അടിയിലാണ് സുധിച്ചേട്ടൻ അവസാനമായിട്ട് വെച്ചിരുന്ന ആ ഒരു കൊണ്ടുപോയിരുന്ന ആ ബാഗ് വെച്ചിരുന്നത്. അപ്പൊ ഈ പറയുന്ന സ്നേഹവും ഈ പറയുന്ന എന്താണ് എൻ്റെ സുധിച്ചേട്ടന്റെ മണം, ആ ഒരു ഷർട്ട്, ആ ഒരു സ്പ്രേ എന്നൊക്കെ പറഞ്ഞ് ആദ്യമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഹൈപ്പ് കൊടുത്ത് ഈ പറയുന്ന ജനങ്ങളെ പറ്റിച്ചത് ആരാണ്, ഈ പറയുന്ന രേണു സുധി തന്നെയാണ്. ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞ വീഡിയോ തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞതാണ്, ഇപ്പൊ രേണു സുധിയുടെ ജീവിതം ഒരു മെഗാ സീരിയൽ പോലെയാണ്, അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് നമുക്കറിയില്ല. ഓരോ കാര്യങ്ങൾ ഇപ്പൊ രേണു സുധിയെ ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോസ് ഇടുന്നവർക്കെതിരെ കേസ് കൊടുക്കുകയും അതേ കേസിൽ പ്രതിയാവുകയും ചെയ്യുന്നതൊക്കെ വളരെ കോമഡി ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പൊ സുധിച്ചേട്ടന്റെ ചേട്ടൻ എന്നാണ് ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന സുധിലയം എന്ന് പറയുന്ന വീട് ഇവർക്ക് സമ്മാനിച്ചവരെല്ലാവരും രേണു സുധിക്കെതിരെ വീഡിയോ ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പലരുടെയും ജീവിതം രേണു സുധി കാരണം ഇപ്പം ഇല്ലാതാവുന്ന രീതിയിലൊക്കെ വരുന്നുണ്ട്. അത് അറിഞ്ഞോ അറിയാതെയോ പുള്ളിക്കാരത്തി തന്നെയാണ് ഈ ഒരു കേസിൽ കുറ്റക്കാരിയായിട്ടിരിക്കുന്നത്. അതും ഒരുപാട് സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സുധിച്ചേട്ടന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ എന്താണ്, അത്രയും സ്നേഹത്തോടു കൂടിയാണ് എല്ലാവരും ആദ്യമൊക്കെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് വന്നിരുന്നത്. പിന്നീടാണ് ഈ പറയുന്ന സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഈ പറയുന്ന എന്താണ് എല്ലാവരെയും ഒരുപാട് ഇഷ്ടപ്പെടാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മോശം എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ പറയുന്ന രേണു സുധിയുടെ സ്വഭാവം മാറി മാറി വന്നിരുന്നത്. ഇപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഓരോ വ്യക്തികളും കാണുന്ന സമയത്ത് ഒരുപാട് മോശം, അല്ലെങ്കിൽ ഒരുപാട് അറപ്പോടും വെറുപ്പോടും കൂടി നോക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറി രേണു സുധി. ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. കാരണം ആദ്യമൊക്കെ നമ്മൾ രേണു സുധിയെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകളാണ്. ഓരോ കാര്യങ്ങൾ ആ ഒരു സ്ത്രീ ചെയ്യുന്ന സമയത്ത് ജീവിക്കാൻ വേണ്ടിയല്ലേ, ആ മൂത്ത മകനെയും ആ ഒരു ഇളയ പയ്യനെയൊക്കെ നോക്കാനായിട്ട് വേണ്ടിയല്ലേ, കിച്ചുവിനും വൃത്തപ്പനും അവരുടെ ഫാമിലിയൊക്കെ നോക്കാൻ വേണ്ടിയല്ലേ, ഒരു വീട് വെക്കാൻ വേണ്ടിയല്ലേ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ആ ഒരു സ്ത്രീക്കെതിരെ ഫുൾ സപ്പോർട്ടായിട്ട് നിന്നിരുന്ന വ്യക്തികളാണ് നമ്മളെല്ലാവരും. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അവർക്കെതിരെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും അവരെ ആദ്യം ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തവരാണ്. അതിൽ പിന്നെ നമ്മുടെ ഈ പറയുന്ന സുധിച്ചേട്ടന്റെ പേരിൽ തന്നെ വീടും കാര്യങ്ങളൊക്കെ കിട്ടി. സുധിലയം എന്ന ഒരു മനോഹരമായ ഒരു വീട് തന്നെ അവർക്ക് സമ്മാനിച്ചു. സ്ഥലവും വീടും ഈ നമ്മുടെ റിത്തപ്പന്റെ പേരിലും കിച്ചുവിന്റെ പേരിലും സമ്മാനിച്ചു. അതിനുശേഷം ഈ പറയുന്ന റീൽസും എല്ലാം നമ്മൾ ചെയ്യുന്ന സമയത്തും, ഷോർട്ട് ഫിലിമും റീൽസും എല്ലാം ചെയ്യുന്ന സമയത്തും നമ്മൾ രേണു സുധി എന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത് തന്നെ മുന്നോട്ട് പോയിട്ടുള്ളൂ. പിന്നെ ഈ പറയുന്ന
സ്വന്തം ജീവിതത്തിലുണ്ടാവുന്ന പല സ്വഭാവങ്ങളും മറ്റുള്ള വ്യക്തികളെ മോശമായി സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ചിത്രീകരിക്കുന്നതും അതൊക്കെ കാണുമ്പോൾ എങ്ങനെ നമുക്ക് എത്രയെന്ന് വെച്ച് നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്യും. അതിനുശേഷം തന്നെയാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇത്രയും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയായിട്ട് രേണുസുതി മാറിയത്. ഇപ്പോൾ ബിഗ് ബോസിലേക്കൊക്കെ വരുന്നു എന്ന് കേൾക്കുന്നു. അതിപ്പോൾ ഒരു കൺഫേംഡ് കണ്ടസ്റ്റന്റ് ആണ്. ബിഗ് ബോസിലേക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. ഇനി അവിടെയും ഇവരുടെ ജീവിതകഥയും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കേണ്ടി വരും. കാരണം നമ്മുടെ ചാനൽ ഒരു ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ചാനലാണ്. തീർച്ചയായിട്ടും രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇനി ഒരിക്കലും സാധിക്കില്ല. ബിഗ് ബോസിലൂടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഡേ ടു ഡേ കണ്ടന്റുകളുടെ ഒരു ഭാഗമായിട്ട് രേണുസുതി തീർച്ചയായിട്ടും ഉണ്ടാകും. ഇപ്പൊ ഒരു കോൺട്രവേഴ്സി ക്യൂൻ എന്ന് പറയുന്ന രീതിയിലേക്ക് രേണുസുതി മാറിയിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. ഈ പറയുന്ന സുധിച്ചേട്ടന്റെ ബാഗും കാര്യങ്ങളൊക്കെ അലമാരിയുടെ അടിയിൽ അത്രയും മോശമായിട്ട് വെച്ചിരിക്കുന്നത് കണ്ടപ്പോഴും, അതുപോലെ തന്നെ ട്രോഫീസ് അദ്ദേഹം ഈ ഒരു ജീവിത കാലയളവിൽ അദ്ദേഹം സമ്പാദിച്ചതിൽ ഏറ്റവും അമൂല്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ പറയുന്ന ട്രോഫിയും കാര്യങ്ങളൊക്കെ. അതൊക്കെ കൊണ്ടുപോയി ആ ഒരു കട്ടിലിന്റെ അടിയിൽ ചാക്കിലൊക്കെ കെട്ടിയിട്ടിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഒരുപാട് നമുക്ക് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം സ്റ്റാർ മാജിക് സ്ഥിരമായി കാണുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. തീർച്ചയായിട്ടും സുധിച്ചേട്ടന്റെ ഒരുപാട് നമ്മളെ ഹാസ്യപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആക്ടറിനെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. അതുപോലെ തന്നെ കിച്ചുവിന്റെ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ 100K സബ്സ്ക്രൈബേഴ്സിൽ അധികമായിട്ടുണ്ടായിരുന്നു. കിച്ചു ഒരു വീഡിയോ ഇന്നലെ തന്റെ ചാനൽ വഴി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കേക്കൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ഒക്കെ ചെയ്ത്. കിച്ചുവിനോട് പറയാനുള്ള വേറൊന്നുമല്ല, റിത്തപ്പനെ മര്യാദക്ക് നോക്കുക. അതുപോലെ തന്നെ ആ ഒരു യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ 100K+ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം കാണികളൊക്കെ കിച്ചുവിനുണ്ട്. ആ ഒരു യൂട്യൂബൊക്കെ വെച്ചുകൊണ്ട് തൻ്റെ ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോവുക, അടിപൊളിയായിട്ട് ജീവിക്കുക. മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊന്നും അതിനെയൊക്കെ ഓർത്ത് സങ്കടപ്പെടാതെ അടിപൊളിയായിട്ട് ജീവിക്കുക. ആ ഒരു യൂട്യൂബൊക്കെ വെച്ചുകൊണ്ട് സാമ്പത്തികമായിട്ട് തൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള എമൗണ്ടും കാര്യങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അത്രയൊക്കെ കിച്ചുവിനോടും പറയാനുള്ളൂ. പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ സംഭവിക്കുന്നുണ്ട്. രേണുസുതിയെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. അതിനൊക്കെ കാരണക്കാരി രേണുസുതി തന്നെയാണ്, മറ്റുള്ളവരാരും തന്നെയല്ല. സ്വന്തമായിട്ട് ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണിത്. എല്ലാം സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ തന്നെ ആ ഒരു വീട്ടിലേക്ക് വന്ന് ആ ഒരു വീട് വിസിറ്റ് ചെയ്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് അനുമതി കൊടുത്തത് രേണുസുതിയാണ്. ഈ പറയുന്ന ട്രോഫിയുടെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. പക്ഷെ അത് ആർക്ക് തന്നെ വിനയായി? രേണുസുതിക്ക് തന്നെ വിനയായി. എല്ലാ യൂട്യൂബേഴ്സും ഇപ്പോൾ കുറച്ചുകൂടി അധികമായിട്ട് ട്രോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി അധികമായിട്ട് മോശം പറയുന്നു രേണുസുതിയെ പറ്റി. കാരണം ഈ പറയുന്ന സുധിച്ചേട്ടന്റെ ട്രോഫിയും കാര്യങ്ങളൊക്കെ കട്ടിലിന്റെ അടിയിൽ ഇട്ടതോ അല്ലെങ്കിൽ ബാഗ് കൊണ്ടുപോയി കട്ടിലിന്റെ അടിയിൽ വെച്ചതോ അതൊന്നുമല്ല പ്രശ്നം. ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും അധികം ദേഷ്യം വരുന്നത്. അതങ്ങനെ വെച്ചു, അവരുടെ സ്വന്തം വീട്ടിൽ അവരങ്ങനെ വെച്ചു. അത് പിന്നീട് ഈ വീട് വെച്ച് തന്നവരെ പറ്റിയും പിന്നെ ഇത് ഈ പറയുന്ന ഷൂട്ട് ചെയ്ത കിച്ചുവിനെ പറ്റിയും എല്ലാത്തിനെയും പറ്റി ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ട് വരുമ്പോഴാണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ദേഷ്യം ഈ പറയുന്ന രേണുസുതിയോട് തോന്നുന്നത്. എനിക്ക് പേഴ്സണലി അങ്ങനെ തന്നെയാണ് തോന്നിയത്. പറ്റിയ അബദ്ധം പറ്റിപ്പോയി എന്ന് അങ്ങോട്ട് സമ്മതിക്കുക. അതിന് പകരം മറ്റുള്ളവരെ മോശക്കാരായി കാണിച്ചുകൊണ്ട് സ്വന്തമായിട്ട് ഇത്തരത്തിൽ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും രേണുസുതി എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഇത്രയും മോശം കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഇനിയെങ്കിലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. രേണുസുതി എന്ന് പറയുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയ എല്ലാവർക്കും ഈ ആടാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആയിട്ട് മാറിയിരിക്കുന്നു. അതൊക്കെ ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് ആ കുട്ടികളുടെ ജീവിതത്തിലായാലും രേണുവിന്റെ ജീവിതത്തിലായാലും ഒരിക്കലും ഉപകാരപ്പെടാൻ പോകുന്നില്ല. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് നല്ലപോലെ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്